ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അരി അരയ്ക്കുകയോ കാപ്പി കാച്ചുകയോ ഒന്നും ആവശ്യമില്ല. അതും വെറും അരമണിക്കൂറിൽ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ അപ്പത്തിന് ഇടിയപ്പത്തിനെയൊക്കെ മാവ് മേടിക്കുമല്ലോ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു. അത് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കാരണം പിന്നെ മിക്സ് ചെയ്ത് വരുമ്പോൾ വേണം നമുക്ക് എന്തോരം വെള്ളം ആവശ്യമെന്ന് അറിയുള്ളൂ. അതിപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ലൂസായിട്ടില്ലാത്തത് കൊണ്ട് ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഓരോ പൊടിയുടെ അനുസരിച്ച് വേണമല്ലോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1/2 കപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സായി വരുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിനകത്ത് അരച്ചെടുക്കണം. കാരണം ഇതിനകത്തോട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് നമുക്ക് 1-2 ഐറ്റംസ് കൂടിയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി വൈറ്റ് റൈസ് അല്ലെങ്കിൽ പൊന്നി റൈസിൻ്റെയൊക്കെ ചോറ് എടുക്കുവാണെങ്കിലും കുറച്ചും കൂടി നല്ല കളറും കൂടി കിട്ടും അപ്പത്തിന്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം തേങ്ങ എടുത്തിട്ടുണ്ട്. അതും 1/2 കപ്പ് തേങ്ങയാണ്. 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് തേങ്ങ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങി കിട്ടും. പിന്നെ എപ്പോഴും നോക്കണം, ഫ്രഷ് ആയിട്ടുള്ള നല്ല ഈസ്റ്റ് വേണം ചേർക്കാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈസ്റ്റും കൂടി ആയതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. പക്ഷേ ഒത്തിരി വെള്ളം കൂടിപ്പോയാലും ശരിയാകത്തില്ല. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. കാരണം ഇതുപോലെ അരയ്ക്കുമ്പോൾ തന്നെ കുറേശ്ശെ ഒരു ബബിൾ പോലെ വരുന്നുണ്ടല്ലോ, അതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് സ്പൂണിൽ നോക്കുമ്പോൾ അറിയുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പൊങ്ങാനായിട്ട് വെക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം മിക്സി കഴിയെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് അതിൻ്റെ ആവശ്യത്തിലുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാവ് അതിനെ മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. കാരണം ഈ വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് പൊങ്ങാൻ വെക്കണം. പൊങ്ങുന്നതിന് നമുക്ക് അരമണിക്കൂർ വേണം പൊങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നേരത്തെ മാവ് ട്രാൻസ്ഫർ ചെയ്ത പാത്രം ഉണ്ടല്ലോ, കുക്കറിലോട്ട് വെച്ചിട്ട് അടച്ചു വെക്കുവാണ്. അപ്പോൾ അവിടെ ഇരുന്ന് അത് പൊങ്ങി വന്നോളും. ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടുകയും ചെയ്യും. വെള്ളത്തിന് ചെറിയ ചൂടോടെ, ഒത്തിരി ചൂട് തിളച്ച വെള്ളം ആവശ്യമില്ല, ചെറിയ ചൂടിലുള്ള വെള്ളത്തിനകത്ത് വേണം വെക്കാനായിട്ട്. 15 തൊട്ട് അരമണിക്കൂർ വരെ സമയത്തിനിടയിൽ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ കണ്ടോ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ നല്ല രീതിയിൽ മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പാലപ്പത്തിൻ്റെ ഈ രീതിയിലാണ് എടുക്കുന്നത്. കണ്ടോ, സൈഡൊക്കെ നല്ല പോലെ ബോളൊക്കെ വന്ന് പൊട്ടി നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു അപ്പമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാനായിട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാൻ നല്ല രുചിയുമാണ് ഈ അപ്പത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിൽ അപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നമുക്ക് ഇതുപോലെ തന്നെ ഇനി മറ്റേ പാലപ്പത്തിൻ്റെ രീതിയില്ലാതെ കള്ളപ്പത്തിൻ്റെ രീതിയിൽ വേണമെങ്കിലും ആ രീതിയിൽ നമുക്കിതുപോലെ അപ്പം തയ്യാറാക്കി എടുക്കാവേ. ഏത് കറിയുടെ കൂടെയും കഴിക്കാനും പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള അപ്പമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.